ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ നമ്മുടെ ഫേസ് പാക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കല്ലേ നമുക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ. ഇതാ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. നല്ല കട്ടിയിലല്ല എന്നാൽ നല്ല ലൂസായിട്ടില്ലാത്ത രീതിയിൽ. അപ്പോൾ ഒരു തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ഫേസ് പാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നല്ല വൃത്തിയിൽ കഴുകി കഷ്ണങ്ങളാക്കി എടുക്കുക. തക്കാളി അതുപോലെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കണം. ഇത് രണ്ടും നമ്മൾ അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഈ രണ്ട് ഐറ്റംസും അതിലേക്ക് ഇട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല തിക്ക് പേസ്റ്റായിട്ട് കിട്ടണം. അപ്പം നമ്മൾ അരച്ചിട്ടുണ്ട്. തക്കാളിയും ഉരുളക്കിഴങ്ങും അരച്ചെടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ പേസ്റ്റായിരിക്കും കിട്ടുക. ഇനി അടുത്തത് തേനാണ്. തേന് ഓപ്ഷണലാണ്, പറ്റുന്നവർ മാത്രം തേച്ചാൽ മതി കേട്ടോ. നല്ല ശുദ്ധമായ നാടൻ തേനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ തേന് കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു തക്കാളി ഉരുളക്കിഴങ്ങും അരച്ചെടുത്തേക്ക് നമ്മൾ തേന് കൂടി മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചതിലേക്ക് കോഫി പൗഡർ കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫേസ് പാക്ക് റെഡിയായി. ഇനി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നല്ല മിക്സ് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാം. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കല്ലേ. അത്യാവശ്യം ഇതാ കണ്ടില്ലേ, അത്യാവശ്യം തിക്കും അല്ല എന്നാൽ അത്യാവശ്യം ലൂസും അല്ല, ആ ഒരു ടൈപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. നമുക്ക് റിസൾട്ട് നമുക്ക് ലൈവായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചതിനപ്പോൾ നല്ല തണുപ്പുണ്ട്. ഫോണിൻ്റെ ക്യാമറയിൽ നോക്കിയിട്ടാണ് വരുന്നത്. ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ല ഇട്ട് കൊടുക്കണം, കാരണം കറുപ്പ് കളർ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാം. വളരെ നല്ലതാണ്. അപ്പോൾ ഇതാ ഫുള്ളും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവണം. ഒന്ന് ഉണങ്ങി കിട്ടണം. അതായത് നമ്മുടെ സ്കിന്നായിട്ട് അതൊന്ന് അറ്റാച്ച്ഡ് ആവണം. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്കിന്നിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഡ്രൈ ആക്കാൻ വിടുക. മസാജ് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒന്ന് മസാജ് ചെയ്യുക, എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കാൻ വിടുക. അല്ലാതെ നമ്മളിങ്ങനെ ഒപ്പി വെച്ചിട്ട് കാര്യമില്ല. മസാജും ചെയ്യണം, കാരണം അത് സ്കിന്നിലേക്കൊന്ന് ഇറങ്ങി ഇതാവണം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കട്ടെ. ഇനി ഇതൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫേസ് പാക്കൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ വാഷ് ചെയ്തപ്പോൾ തന്നെ നോക്കി, ഞാൻ മുഖമൊന്നും തുടയ്ക്കാതെ ലൈവായിട്ടോ നിങ്ങളെ കാണിക്കുന്നത്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? ഇനി ഇതൊന്ന് തുടച്ചിട്ട് കണ്ടോ. ഞാനൊന്ന് തുടച്ചപ്പോൾ തന്നെ കണ്ടില്ലേ, നിങ്ങളൊരു ഗ്ലേസിങ് കണ്ടില്ലേ മുഖത്തിന്. എൻ്റെ നെക്കിൻ്റെ ഭാഗത്തെ കളറും മുഖത്തിൻ്റെ കളറും തമ്മിൽ നിന്ന് വ്യത്യാസമൊക്കെ നോക്കി. ഇനി ഒരു പൊട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായി. കണ്ടില്ലേ, ഒരു ഗ്ലേസിങ് ഫീൽ ആവുന്നുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.